ഹലോ ഗഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈകുന്നേരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 3:30-4 മണിയോട് കൂടിയിട്ട് ഞങ്ങളിതേ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വെയിറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടാൻ നല്ല ഡിഫിക്കൽട്ടാണ്, നടക്കണം. പിള്ളേർ കൂടിയുള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ നടക്കാനായിട്ട് പോയില്ല. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഞങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഞങ്ങളിതാ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. വെക്കേഷനായിട്ട് പാർക്കിൽ പോയില്ലെങ്കിൽ, അതും നാട്ടിൽ വന്നിട്ട് നമ്മുടെ സ്വന്തം നെഹ്റു പാർക്കിലേക്ക് പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും തട്ടിക്കുട്ടി ഇതേ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ കയറില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കാരണം കൊണ്ട് ആദ്യമേ റെഡിയായവർ ആദ്യം കിട്ടിയ ഓട്ടോയിൽ പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാനും തനുക്കുട്ടി മാത്രമേ റെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. തനുക്കുട്ടി ആദ്യമായിട്ട് ഓട്ടോറിക്ഷയിൽ കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ആ മുഖത്ത് കാണുന്നത്. എന്തൊക്കെയോ ഇരുന്ന് കലപില എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ നെഹ്റു പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന കാരണം കൊണ്ട് ആദ്യമേ അവരങ്ങ് കളിയിലേക്ക് കയറി കേട്ടോ. തുടക്കത്തിലേ തൊട്ടുള്ള എല്ലാത്തിലും കയറി നിരങ്ങിയിട്ടാണ് അവർ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കണ്ടുപിടിച്ചത് കേട്ടോ അവസാനം. പിന്നെ കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കാര്യത്തിലും അവർ 5 മിനിറ്റിൽ കൂടുതൽ ഇരിക്കില്ല. അപ്പോഴേക്കും അടുത്തയിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ പാർക്കിൽ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്, കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവർ കേട്ടോ. അപ്പോഴത്തേക്കും ചേച്ചിയും അമ്മയും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് ഈ ഊഞ്ഞാലിൽ കയറിയിട്ട് അങ്ങ് ഇരുന്നു. ആടാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് മാത്രമേ അതിനകത്ത് ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ചേച്ചി അറിയാത്തവരുണ്ടെങ്കിൽ ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, അതായത് എൻ്റെ ചേട്ടത്തി അമ്മ അനൂഷ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടികൾ ഇതേ ഭയങ്കര കളിയിലാണ്, എന്തിൻ്റെയൊക്കെയോ മേലെ പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടിയായിരുന്നു കേട്ടോ. പിക്ക് കണ്ട് തൂങ്ങി ആടുന്നത്, അവനെ ഇറങ്ങാൻ പറ്റാണ്ടാണ് ഈ കിടന്ന് കളിക്കുന്നത്. ഈ പാർക്കിനെ പറ്റിയിട്ട് വേറൊരു ഓർമ്മ കൂടി ഉണ്ട് കേട്ടോ. ഞാനൊരു ഡിഗ്രിക്ക് +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ പാപ്പന്മാരുടെ ഭാര്യമാരും കുട്ടികൾ, അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു 5-6 കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ. ലാലു, രാമു, അപ്പു, അഞ്ജന, മീനു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാറ്റിനങ്ങളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പാർക്കിലേക്ക് വരും. ഞാനാണ് ഇതിൻ്റെ കോർഡിനേറ്റർ കേട്ടോ. ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ സിനിമയ്ക്ക് കൊണ്ടുപോവുക, ഇതുപോലെ പാർക്കിലേക്ക് വരിക, കുറേ നേരം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോയി. ഞങ്ങളുടെ അച്ഛനമ്മമാർക്കൊന്നും ഞങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളും കൂടിയിട്ടൊരു പോക്കുണ്ട്. എന്നിട്ട് പോയി കളിച്ച് ചിരിച്ച് തിമിർത്തിട്ട് തിരിച്ചു വരും. അതായിരുന്നു കേട്ടോ ഇത് ഈ പാർക്കിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്ന കാര്യം. ഒരു കുഞ്ഞുവാവ കണ്ടോ കുറേ നേരമായിട്ട് മണ്ണ് മാന്തി കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. മണ്ണ് മാന്തുന്നു ഇങ്ങനെ നോക്കുന്നു. അതിൽ നിന്ന് ഒരു തരി എടുക്കാനൊക്കെ അത് നോക്കുന്നുണ്ടായിരുന്നു, കിട്ടുമോ. അതതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, മണ്ണിൽ കളിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു. അങ്ങനെ കളിച്ച് വൈകുന്നേരമായി, ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോഴും മടുപ്പൊന്നുമില്ല കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മാത്രം കുട്ടികൾക്ക് ഒരിക്കലും മടുക്കില്ല. തനുകുട്ടി ഞാൻ വന്നിരിക്കണോടത്ത് വന്നിരുന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു പറയുന്നത് 2ാമത്തെ ഘട്ടമായത് കൊണ്ട് ഇനി മേടിച്ച് തരില്ല എന്ന് പറഞ്ഞ് ഞാനും തമന്ന വന്നിട്ടുണ്ട് കേട്ടോ. തമന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിക്ക് പിടിക്കുന്ന പേരാണ്, അമൃത എന്നാണ് അവളുടെ പേര്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അവളെ ഞങ്ങൾ തമന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനും തമന്നയും കൂടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ്. പക്ഷേ തനുക്കുട്ടി എടുത്തത് വീഡിയോ ആയിപ്പോയി. അപ്പുറത്ത് കണ്ടോ നമ്മുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഞങ്ങൾ ഓൾറെഡി പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സിബിഷൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചതാണ് ജസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കളിയും തിമിർപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് കുറച്ച് ചെറുപ്പത്തിൽ എല്ലാവരും കൂടുതൽ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തമന്നി ഉണ്ടായിരുന്നു കേട്ടോ. അവളിപ്പോൾ വളർന്ന് വലുതായി PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ചെറുപ്പത്തിലാണ് ഞാൻ ഇവരേക്കും കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ എല്ലാത്തിനും എണ്ണം തികഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എണ്ണി നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ. എല്ലാം ആയോ തിരിച്ച് വീട്ടിലേക്ക് പോകാനെന്നും പറഞ്ഞിട്ട്. രാത്രിയായിട്ടും അവിടെ കുറേ ഫാമിലീസ് ഇനിയും ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തിരിച്ചു പോകാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ വരാനായിട്ടുള്ള സമയമൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് കുറച്ച് നേരം കൂടി കളിച്ചോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. വിളിച്ചിട്ട് വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കണ്ട നമ്മുടെ എക്സിബിഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. വെക്കേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെമ്മറബിൾ ആയിരിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ കേട്ടോ. അപ്പം ഞങ്ങൾ പാർക്കിലൊക്കെ പോയി വന്ന് കുളിച്ച് കൂട്ടപ്പന്മാരായി ഇതേ വീണ്ടും അവരുടെ കളികളിലേക്ക് കടന്നിട്ടുണ്ട്. അവർ ക്യാരംസാണ് മെയിനായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഡിക്കറും പിക്കുമാണ് സെറ്റ്. ഈ ക്യാരംസ് കളിക്കുന്ന കൂട്ടത്തിൽ തനുവും ജാനിയും ഇതേ അവിടെ എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീട്ടങ്ങളെയൊക്കെ കുളിപ്പിച്ച് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്, ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഞങ്ങളെയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ടൗണിലേക്ക്.
ഇവിടെ ഇങ്ങനെ സമ്മർ വെക്കേഷന് നാട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ഈ ഷേക്ക് കുടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാറുള്ളത്. കാരണം സമ്മർ സീസണിലാണ് ചൂടും ഇതൊക്കെ ഉള്ളത്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു തണുപ്പല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഷേക്ക് ഒന്നും കുടിക്കാൻ പറ്റില്ല. തൊണ്ടവേദന വരും, കോൾഡ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഷേക്ക് ഞങ്ങൾ ഒഴിവാക്കും. നാട്ടിൽ വരുമ്പോൾ അതിനും ഭേദം ഞങ്ങളങ്ങ് തകർക്കുകയാണ് കേട്ടോ ഷേക്കൊക്കെ കുടിച്ചിട്ട്. കുറേ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്, സൈറനും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് ഓരോ പേരുകളാണ്, ശരിക്കുള്ള പേര് മറന്നു പോയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഡിക്രു ഇതേ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ ഡിക്രു. അപ്പോൾ ഞങ്ങൾ ഷേക്കൊക്കെ കുടിക്കാൻ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സംഭവമൊക്കെ കിട്ടിയത്. ഇവർ ഓറിയോ ഷേക്ക് അങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. ഞാൻ എന്തോ വേറെ ചിക്കു, അതായത് ഫ്രൂട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത ഷേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു, എൻ്റെ ഷേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദാ ഫൈനലി നമ്മുടെ ഷേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയും അവരൊക്കെ എടുത്തു ഷേക്ക്. രാത്രി 10-10:30ക്കാണ് കേട്ടോ ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്, അല്ലാണ്ട് വൈകുന്നേരം ഒന്നല്ല. അങ്ങനെ എൻ്റെ ചിക്കു ഷേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടിപൊളി ഷേക്കായിരുന്നു കേട്ടോ. PJ അവേഴ്സ് എന്നാണ് നമ്മുടെ ഷേക്ക് കടയുടെ പേര്. നമ്മുടെ കിഴക്കേക്കോട്ടയുടെ ഭാഗത്താണ് ഈ ഷേക്ക് കടയുള്ളത് കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ ഷേക്കും ഫലോഡിയും എല്ലാം. അത് ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഷേക്കും ഫലൂരിയൊക്കെയാണ് കേട്ടോ. ശരത്തേട്ടനും തകർത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്ളോഗ് നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അടിപൊളി ഷേക്കായിരുന്നു. തൃശ്ശൂരുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ വന്ന് കുടിച്ചോ, നല്ല ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിമോള് കുടിച്ച് തീർന്നിട്ടില്ല, മുക്കിയെ പോയി നിന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചതേ താഴേക്ക് പോവാണ്. ചേച്ചിയും അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെയുള്ള ഷേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് വീണ്ടും നമ്മൾ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയിപ്പം നാട്ടിൽ നിന്നുള്ള വ്ളോഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല, ഇതായിരിക്കും അവസാനത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.